ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. SSLC +2 ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പരാതി DGP ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് വയനാട് ചുമതലയുള്ള SP KK മൊയ്തീൻകുട്ടിയാണ് അന്വേഷിക്കുക. ഇതോടൊപ്പം ആരോപണ വിധേയരായ MS സൊല്യൂഷൻ്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ ആരാണെന്നും ട്യൂഷൻ സെൻ്ററുകളിൽ ക്ലാസ് എടുക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ ആരെല്ലാമെന്നതും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേതൃത്വത്തിലുള്ള അന്വേഷണവും ഉണ്ടാവും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിൽ കോഴിക്കോട് കൊടുവള്ളിയിലെ സ്ഥാപനത്തെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് ചുമതല SPക്ക് നൽകിയത്. അതേസമയം 1 വർഷം മുമ്പ് ലഭിച്ച പരാതി അവഗണിച്ചാണ് സംഭവം വിവാദമായതോടെയുള്ള പുതിയ അന്വേഷണ പ്രഖ്യാപനം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസിനെതിരെ 1 വർഷം മുമ്പേ പരാതിയും AIO ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചിരുന്നു. ഈ വർഷത്തെ ഓണപ്പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുവള്ളി AIOയും സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് ആരോപണ വിധേയരായ MS സൊല്യൂഷൻസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസിനെയും ഉൾപ്പെടുത്തും. കോഴിക്കോട് സൈബർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥനാകും സംഘത്തിലുണ്ടാവുക. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ ആരാണെന്നതും ട്യൂഷൻ സെൻ്ററുകളിൽ ക്ലാസ് എടുക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ ആരെല്ലാമെന്നതും സംബന്ധിച്ചും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. MS സൊല്യൂഷൻസിൻ്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.